ഹലോ ഗൈസ്, നമ്മളാണ് ഇന്ന് പുതിയൊരു ഗെയിമായിട്ട് വന്നേക്കുന്നത്. ഗെയിമിൻ്റെ പേര് ബസ്സിനോട്ടെന്നാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗെയിമായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ബസ്സിനോട്ടിൽ മോഡായിട്ടാണ് വന്നേക്കുന്നത്. മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ KSRTC ഉണ്ട്. KSRTC സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ നമ്മുടെ അടൂരിയൊക്കെയുള്ള ബസ്സാണ്. പക്ഷേ ഇതിൽ ആ സ്ഥലമൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിലത്തെ തന്നെ സ്ഥലം എടുത്ത് തരുന്നുണ്ട്. ഇതിന് മെയിൻ ഇതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ്. മോഡല്ല. ഇപ്പം നമ്മൾ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് മോഡല്ല, നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇതൊരു ഹിഡൻ സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവുക. അപ്പോൾ ഇത് കരിയർ മോഡ്. ആദ്യം തന്നെ നമുക്ക് ആൾക്കാരെ പിക്ക് ചെയ്യാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. അടിപ്പനുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാരെ കയറ്റാം. അപ്പോൾ നമ്മളാണ് ഇത് ആൾക്കാരെ കയറ്റിയിട്ടുണ്ട്. വണ്ടി പുത്തനുണ്ട്. ഈ അടുത്ത് ഇറക്കിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 100 ഹെൽത്തൊക്കെ കാണിച്ചേക്കണത്. പക്ഷേ നമ്മുടെ സ്ഥലമെത്തുമ്പോൾ 100 ഉണ്ടായ ഭാഗ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട്. എന്താണെന്ന് ഒരു പിടുത്തമില്ല. അവിടെ മിക്കവാറും വല്ല വണ്ടി ഇടിച്ച് കിടപ്പുണ്ടാവും. ഉറപ്പാണ് അവിടെ വല്ല വണ്ടി ഇടിച്ച് കിടപ്പുണ്ടാവും. സത്യം. ആരൊക്കെ ഇടക്കിട്ട് കയറാൻ നോക്കിയാന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, റോങ് സൈഡ് കയറി പോവുക. അവിടുത്തെ ഒരു എന്തായിരുന്നു, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇടിച്ചൊളിച്ചിട്ടാണ് പോയത്. ഇവിടെ യൂട്ടേൺ ഉണ്ട്. അതിലെ കൂടി യൂട്ടേൺ എടുത്ത് നമുക്ക് പോകാം. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടുന്ന് യൂട്ടേൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പോണത് റോങ് സൈഡാണ്. അതിലെ കൂടെ അവിടെ KSRTC എടുക്കാൻ പറ്റിയല്ല. കാരണം അവിടെ ബ്ലോക്കായി കിടക്കുന്നത്. നമുക്കിപ്പോൾ ഇതിലെ കൂടി എടുക്കാം. അപ്പോൾ ആ വണ്ടിയാണെങ്കിൽ ഇപ്പോഴേ 99 ഹെൽത്ത്. എടുത്തപ്പോൾ 100 ഉണ്ടായിരുന്നതാണ്. എനിക്കാണെങ്കിൽ വലിയ അടുത്ത് ഓടിക്കാമെന്ന് പറയില്ല. അതാണ് കുഴപ്പം. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു കണക്കിന് സ്പീഡിൽ ഓടിക്കണത്. പിന്നെ സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടാവും. അത് ചെറിയ ജലദോഷമുണ്ട്. ജലദോഷം മൂക്കടപ്പൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ഇതുണ്ടാവും. അപ്പോൾ നമ്മളാണെങ്കിൽ ഈ വേറൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ സ്ഥലം വന്നതെന്ന് വെച്ചാൽ ഒരു ടൗണിൻ്റെ ഒക്കെ ഇടയിൽ കൂടിയാണ്. അപ്പുറത്തൊരു സ്കൂള് കാണാം. പിന്നെ നമ്മുടെ ഇതൊരു സിറ്റിയാണ്. അപ്പുറത്തൊക്കെ വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി ഒറ്റ വണ്ടി പോകാനുള്ള ഗ്യാപ്പിൽ കൂടിയാണ് നമ്മളിപ്പോൾ കത്തിച്ച് പോണത്. ഈ വണ്ടീൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് വെച്ചാൽ 200 എങ്ങാണ്ടൊക്കെയാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ അടുത്ത റോഡ് മാപ്പ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ സത്യം പറഞ്ഞാൽ എൻ്റെ ഡ്രൈവിങ് സ്കില്ലൊന്നുമില്ല. ഞാനാണെങ്കിൽ അതിലെ കൂടി കത്തിച്ച് വന്നപ്പോൾ ഇവിടെ എപ്പോഴും വരുമ്പോൾ ഇടിക്കാറുണ്ട്. ഞാനാണെങ്കിൽ അതിലെ കൂടി സ്പീഡ് വന്നപ്പോൾ ഈ സൈഡ് കണ്ടപ്പോൾ കയറ്റിയാണ്. എന്നുവെച്ചാൽ കറക്റ്റ് പാർക്കിംഗ് ആയിരുന്നു. പറപ്പിച്ച് കണ്ട് കറക്റ്റ് അവിടെ തന്നെ ഇരുത്തി. ഇത് ശരിക്കും ആ 92 ആയത് വണ്ടി കയറ്റി കഴിഞ്ഞല്ല. വണ്ടി ബാക്ക് എടുത്തപ്പോൾ സൈഡിലത്തെ മതിലിൽ ഇടിച്ചായിരുന്നു. അതാ 92 ആയത്. അല്ലാണ്ട് മറ്റേ അങ്ങോട്ട് ഇടിച്ച് കയറ്റിക്കൊണ്ടൊന്നുമില്ല. ആൾക്കാരെ തെറിച്ച് പോയാൽ ഇല്ലെന്ന് അറിയില്ല. ശരിക്കും ഇതിലെ കൂടിയൊന്നും ഇത്ര സ്പീഡ് പോകാൻ പാടില്ല. ഇതാണ് അവിടെ മാപ്പ് വന്നത്. സുബായ ടു സെമരാങ് അങ്ങനത്തെ കണക്കൊരു സ്ഥലമാണ്. അപ്പോൾ അതിൽ 3ാമത്തെ ലോഡിങ് മാപ്പാന്ന് തോന്നുന്നുണ്ട്. 3ാമത്തെ ലോഡിങ് മാപ്പിലാണ് നമ്മളെ ഈ സ്ഥലം വന്നത്. ഇപ്പോഴാണെങ്കിൽ അതൊക്കെ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ 5ാം ഗിയറിൽ തന്നെ 170 അടിക്കാറായി. 166 ആയപ്പോൾ തന്നെ പിടിച്ച് ബ്രേക്ക് പിടിച്ചിട്ട്. ഇപ്പോൾ അത് വണ്ടീൻ്റെ സൈഡിൽ കൂടി ബ്രേക്ക് ഇടിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല. പക്ഷെ ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ കുറച്ച് സ്പീഡ് എടുക്കാൻ നോക്കണുണ്ട്. ഇപ്പോൾ ഒരു കാര്യമുണ്ട്. ഒരു ചായ കുടിക്കാനൊരാഗ്രഹം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ചായ കുടിക്കാൻ നിർത്തത് അവിടെ ഒരു കടയുണ്ട്. നമ്മുടെ വണ്ടി കുറച്ച് കേടല്ലേ, 89% ഇല്ലേ. അപ്പോൾ നമുക്ക് വണ്ടി റിപ്പയർ ചെയ്യാൻ കയറ്റാം. നമുക്ക് ചായ കുടിക്കാൻ പോകാം. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വന്ന കാര്യം നടത്താൻ ഇവിടുത്തെ ഈ ചായക്കടയിൽ കയറാം. പക്ഷേ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ടൊരു സ്ഥലവും ഇല്ല.
അപ്പോൾ നമുക്ക് അടുത്ത് വല്ല സ്ഥലം ഉണ്ടാകുന്ന നോക്കാം. ഇവിടെ ഒരു വലിയ സ്ഥലമുണ്ട്. നമുക്ക് ഇവിടെ തിരിച്ചങ്ങടെ പാർക്ക് ചെയ്തിടാം. വണ്ടി ഇറങ്ങാം. പിന്നെ നമുക്ക് നേരെ പോയി ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ നല്ല ചായയും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ട്. പിന്നെ ഒരു ഉഴുന്നോടെയും കഴിച്ച് പിന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇയാളാണെങ്കിൽ നാട് റോട്ടിൽ കൊണ്ടുപോയി ചവിട്ടിയിട്ടുണ്ട്. അതെന്താണെന്നറിയാം. നമുക്ക് അവിടെ വണ്ടി എടുത്ത് നേരെ പോവാം. ടൈമൊക്കെ ചെറുതായിട്ട് വൈകിട്ടുണ്ട്. നമ്മളാണ് ചായയൊക്കെ കുടിക്കാൻ നിന്നിട്ട് വൈകി പോയിട്ടാ. അപ്പോൾ നമുക്ക് വണ്ടി പതുക്കെ ചില്ലൊക്കെ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അടുത്ത വണ്ടി ഇടിക്കലാകും. ഇപ്പോൾ 100% ഉണ്ട്. അത് മിക്കവാറും ഇപ്പം തന്നെ കുറയും. കാരണം നമ്മളെ ലൈസ് വണ്ടി ഓടിക്കണം. ഇപ്പോൾ ആ കാറ് തന്നെ തട്ടിയേനെ. ഞാനാണെങ്കിൽ മാക്സിമം സ്പീഡ് ഇടിക്കാൻ നോക്കണുണ്ട്, പക്ഷേ പറ്റുന്നുണ്ടോ. സൈഡിലെ കൂടി ഇടിച്ച് പറത്തേക്കാണ് ഈസ് പോണത്. എന്താണ് അയ്യോ, ശരിക്കും ഇത് കോഴിക്കോട്ടിൽ നിന്ന് നമ്മുടെ അടൂരേക്കുള്ള ബസ്സാണ്. പക്ഷേ അതിന് മുമ്പ് ഏതൊക്കെ ഒരു സ്ഥലം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 സ്ഥലത്തും പോകുമായിരിക്കും. കോഴിക്കോട്, അടൂർ, പിന്നെ വേറൊരു സ്ഥലം കൂടി എഴുതിയിട്ടുണ്ട്. അതെനിക്ക് വായിക്കാൻ പറ്റില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ ഇവിടെ വലിയ ട്രാഫിക്കൊന്നുമില്ല. ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ ഭയങ്കര ട്രാഫിക്കായിരിക്കും. ബസ് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യും, ബസ് നേരെ റോങ് സൈഡ് കയറ്റും, അതിലെ കൂടി കത്തിക്കും. കണ്ട ഐസ്. ഇപ്പോൾ നമ്മളൊരു വണ്ടിയിലിടിച്ച്. ഇതിപ്പോൾ എനിക്ക് ഇടിക്കാൻ പറ്റിയ ഐസ്. അപ്പുറത്തെ ഒരു ബസ് വാഷിങ്ങിൻ്റെ ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാൻ പോവാം. ഇപ്പോൾ വേണ്ട, ഇപ്പോൾ എമർജൻസി ആയിട്ടുള്ള ഓട്ടത്തിലാണ്. പോലീസുകാരനെയൊക്കെ വെട്ടിച്ചിട്ടാണ് ഐസ് പോയി. നേരത്തെ പുറകെ വരുവായില്ലെന്ന് ആർക്കറിയാം. ഇപ്പോൾ ഇവിടെ ഒരു കാടിൻ്റെയൊക്കെ ഇടപോലെ ആയിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം നിറച്ച മരങ്ങളാണ്. ഇപ്പോൾ അടുത്ത റോഡിങ് മാപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഗൈസ് അങ്ങോട്ട് കുറേ പോകാനുണ്ട്. ഗൈസ് നമ്മളാണെങ്കിൽ അവിടെ നിന്ന് കുറേ ദൂരം ഓടിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ KSRTCൻ്റെ കോലം നോക്കാം ഗൈസ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട്. അടുത്ത റോഡിങ് മാപ്പിലാണ് സംഭവം വന്നത്. അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് ഓടിക്കാം. അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദൂരം കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു ബസ് ക്ലീനിങ്ങിൻ്റെ സ്ഥലത്ത് നമുക്കിപ്പോൾ അവിടെ കയറിയൊന്നും വേണ്ട ഡേയ്സ്. നമ്മുടെ ഈ ഓട്ടം കഴിയുമ്പോൾ നമ്മൾ ബസ്സൊന്ന് ശരിയാക്കുകയും ക്ലീൻ ചെയ്യുകയും ചെയ്യും. എൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ സെന്തൂരം ഉണ്ടാവും. കാരണം ഫ്രണ്ട് ഫുള്ള് ഇടിച്ച് പൊളിഞ്ഞ് കിടക്കണേണ് ഇത് എൻ്റെ ഇങ്ങനത്തെ ഓടിക്കൽ കാരണം. അപ്പോൾ ഇനി ഇവിടെ ഞങ്ങൾ സ്ട്രൈറ്റ് റോഡാണ് ഡൈസ്. അപ്പോൾ അതിനൊക്കെ സ്പീഡിൽ പോകണ്ട നമ്മൾ 6ാം ഗിയറിലാണ്. പിന്നെ നമുക്ക് വേറെ മോഡൊക്കെ വേണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഡേയ്സ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അടുത്ത വീഡിയോയിലൊരു മാപ്പ് മോഡായിട്ട് വരാം. അത് വേറെ വണ്ടി. അപ്പോൾ ആ മാപ്പ് മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും കുണ്ടും കുഴിയും ആക്കിയിരിക്കും. അല്ലെങ്കിൽ വേറൊരു ചെറിയൊരു ടൗണിൽ കൂടി ഉള്ള ഒരു വഴിയില്ലാത്ത മാപ്പായിരിക്കും. അപ്പോൾ എനിക്ക് ഒരു ഉറപ്പില്ല ഡേയ്സ്. 2 എൻ്റെ ഇപ്പോൾ ഉണ്ട്. എനിക്കിപ്പോൾ ഞാൻ രണ്ടാമത് പറഞ്ഞ മാപ്പ് കയറ്റാൻ എനിക്ക് ആഗ്രഹം. പക്ഷെ അത് നോക്കിയിട്ട് കയറ്റാൻ പറ്റില്ല. ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ നമുക്ക് അതൊന്ന് കയറ്റാം. അതായിട്ടൊരു വീഡിയോ ചെയ്യാം. പിന്നെ വണ്ടി എന്ന് വെച്ചാൽ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ ഓരോ വീഡിയോയിലും ഓരോ വണ്ടിയായിട്ട് നമുക്ക് എടുക്കുക. ഇപ്പോൾ വേറൊരു വണ്ടിയിൽ നിന്നാണ് ഇപ്പോൾ പോയി ചാമ്പിയിട്ടുണ്ട്. അപ്പോൾ ഞാനാണ് ഇപ്പോൾ കറണ്ട്ലി റോങ് സൈഡാണ് പോണത്. അപ്പുറത്താണെങ്കിൽ എന്തോ കൃഷി അങ്ങോട്ടൊക്കെ ഒന്നുമുണ്ടോ. ലെഫ്റ്റ് സൈഡിലത്തെ കാര്യം ഉണ്ടായി പറഞ്ഞാൽ റൈറ്റ് സൈഡിലാണെങ്കിൽ ഫുള്ളും വീടുകളൊക്കെയാണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ കുറച്ചുകൂടി ദൂരം പോയിട്ടുണ്ട്. ഇതുവരെ ഇടപെടത്തിൽ ഓടിങ് മാപ്പ് എത്തിയിട്ടില്ല ഡേയ്സ്. അതാണ് എനിക്ക് ഭ്രാന്ത് തരുന്നത്. ഇനി അടുത്ത ഓടിങ് മാപ്പ് എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ഓടിക്കാനൊന്നുമില്ല കേട്ടോ. ഗൈസ് നമ്മുടെ അടുത്ത ലോഡിങ് മാപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലോഡിങ് മാപ്പിൽ ആ സംഭവം വന്നേന്ന് തോന്നുന്നുണ്ടോ? ഈ ലോഡിങ് മാപ്പിൽ തന്നെ സംഭവം വന്നത്. ഈ ഒരു പാലം കണ്ട, പിന്നെ അതേ കണ്ട, ഈ 3ാമത്തെ ലോഡിങ് മാപ്പിലാണ് സംഭവം വന്നത്. ഇപ്പോൾ ഞാൻ നിന്നുവെച്ച പാലം ഒരു ഇതാണ്. അപ്പോൾ ആ പാലം എല്ലാവരും ഒന്ന് നോക്കി വെക്കുക. പിന്നെ പറയാൻ പറ്റണത് പിന്നെ പറയാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ ലെഫ്റ്റിലേക്ക് റോഡ് കാണും. ആ റോഡ് പിടിക്കുക. നേരെ പോകാനായിരിക്കും അവർ പറയണത്, പക്ഷേ ആ റോഡ് പോയാൽ വഴിയേറ്റും. പിന്നെ നമ്മൾ സ്ലോയിൽ പോവുക.
അപ്പോൾ അവിടെ ഒരു വീട് കാണും, അതിൻ്റെ ഇപ്പുറത്തൊരു വഴി കാണും ഗൈസ് ലെഫ്റ്റിലേക്ക്. അപ്പോൾ ആ വഴി പോകാതെ നമ്മുടെ ഹിഡൻ പ്ലേസ് എത്തണം. അപ്പോൾ അവിടെ സ്ഥലത്തേക്ക് നമ്മൾ കയറ്റിയിട്ടുണ്ട് വണ്ടി, സൈഡൊക്കെ ചെറുതായിട്ട് വരഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ പാർക്ക് ചെയ്യുക വേണ്ട ഗൈസ്, ഇവിടെ പാർക്ക് ചെയ്യണ്ട, നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ട് പാർക്ക് ചെയ്യാം. ആ സൈഡിലായിട്ട് പാർക്ക് ചെയ്യാം. ഇത് മതി. ബസ്സിനെ അങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല ഇഷ്ടവരെല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും നേരത്തെ അങ്ങനെ ചെയ്യാറ് ഗൈസ്. അപ്പോൾ ഇനിയും പുതിയ മോഡൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.